ഹലോ കുട്ടികളെ, എല്ലാവർക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫുഡി വിത്ത് ഫാമിലി. ഫസ്റ്റ് ടൈം കാണുന്നവരെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കണം കേട്ടോ. നമുക്കിന്ന് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നമുക്കൊരു ലഡ്ഡു എങ്ങനെ ഈസിയായി തയ്യാറാക്കാമെന്ന് നോക്കാം കേട്ടോ. ആദ്യം തന്നെ ഞാനിത് അവിലെടുത്തിട്ടുണ്ട്, തേങ്ങ എടുത്തിട്ടുണ്ട്. അത് രണ്ടും നന്നായിട്ട് ഫ്രൈ ചെയ്യണം കേട്ടോ. ഈ അവിൽ നന്നായിട്ട് പൊടിഞ്ഞ് വരുന്ന, നമുക്ക് അറിയാമല്ലോ, കൈ വെച്ച് പൊടിക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് വരണം. ഇതിന് വരെ നന്നായിട്ട് വറുത്തതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് അതിനെ നല്ല ഡീപ്പായിട്ട് പൊടിക്കരുത് കേട്ടോ. പൊടിച്ച് കഴിഞ്ഞാൽ ഈ തേങ്ങയിലുള്ള വെള്ളം ഉണ്ടല്ലോ, എണ്ണ ഇറങ്ങി അത് ഇതായി പോവും. അതുകൊണ്ട് നമ്മൾ ഒരു മീഡിയം ലെവലിൽ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് നമ്മുടെ ഇത് തട്ടി വെച്ചതിന് ശേഷം തന്നെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശകലം വെള്ളം എടുത്ത്, അറിയാലോ നമ്മുടെ അവിൽ മിക്സ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് അധികം വെള്ളമൊന്നും വേണ്ട. അപ്പോൾ ശകലം വെള്ളം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ശർക്കര നന്നായിട്ട് പാനി കാച്ചി വയ്ക്കണം. ശർക്കര നന്നായിട്ട് പാനി കാച്ചി ശകലം വെള്ളം എടുക്കുക കേട്ടോ. ശകലം വെള്ളം എടുക്കുന്നതാണ് ഇത്. നിറച്ച് വെള്ളമായി പോകരുത്. പിന്നെ ഡ്രൈ ആയി വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോഴേക്കും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങ് പോകും കേട്ടോ. ശകലം വെള്ളം എടുത്ത് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഈ നമ്മൾ പൊടിച്ചു വെച്ചിട്ടില്ലേ ഈ അവിലും തേങ്ങയും കൂടിയുള്ള മിക്സ്, അതങ്ങ് തട്ടി കൊടുക്കുക. കണ്ടോ, ഇത് നന്നായിട്ട് പൊടിഞ്ഞിട്ടില്ല, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. നന്നായിട്ട് അതിനെ ഇനി ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് നമ്മൾ ഇളക്കണം. ഈ ഇളക്കി നല്ല ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും ശകലം നെയ്യും കൂടെ ഇട്ട് നന്നായിട്ട് അതിനെ ഇനി നന്നായിട്ട് ഡീപ്പായിട്ട് ഇളക്കുക. ഇതിൽ വേണമെങ്കിൽ കിസ്മിസ്, അണ്ടിപ്പരിപ്പ് ഒക്കെ ഇടാം കേട്ടോ. ഞാൻ പിന്നെ ലാസ്റ്റ് ശകലം കാഷ്യൂസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇവിടെ കുഞ്ഞുങ്ങൾക്ക് കിസ്മിസ് ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ കിസ്മിസ് ഇടാത്ത. കിസ്മിസും കൂടി ഇട്ടാൽ നന്നായിരിക്കും കേട്ടോ. എന്നിട്ട് ചെറു ചൂടോടെ തന്നെ നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. വേറെ എണ്ണയുടെയോ നെയ്യിൻ്റെയോ ഒന്നും ആവശ്യമില്ല. കാരണം നമ്മുടെ ഇങ്ങനെ ഉരുട്ടി വരുമ്പോൾ തന്നെ അതിലുള്ള നെയ്യിൻ്റെയും ഈ തേങ്ങയല്ലേ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഈ അംശം കൊണ്ട് നന്നായിട്ട് ഉരുണ്ട് വരും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ ടാറ്റ ബൈ, സീ യു.